الحمد لله ذي الجود والإحسان المتفضل على عباده بالعطايا والإنعام. أكرم الطائعين بمحبته وتوعد العصاة بالطرد من رحمته. جعل لكل محب من محبوبه نصبا، مخطئا كان المحب في محبته أو مصيبا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وآله وصحبه وسلم تسليما كثيرا. أما بعد، فاتقوا الله أيها المؤمنون، فالتقوى وصية الله للأولين والآخرين. قال تعالى: ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا، إنما يدعو حزبه ليكونوا من أصحاب السعير. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കവ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മിമ്പറുകളിൽ നിന്നും പ്രഭാഷണ വേദികളിൽ നിന്നും സാധാരണയായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ തബാറക വ തആല വഅബ്ദുഹു. ഞാൻ നിങ്ങളോട് സംസാരത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇത് നമ്മൾ നിത്യമായി സാധാരണയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസാരമാണ്. എന്താണ് സഹോദരങ്ങളെ തഖ്വ? നമ്മൾ മനസ്സിലാക്കിയവരാണ്. അഥവാ ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പണ്ഡിതന്മാരതിന് വിശദീകരണം നൽകുമ്പോൾ പറയുന്നത്, ഐ ഇജ്അൽ ബൈനക വബൈന അദാബില്ലാഹി വിഖായ. നിന്റെയും അള്ളാഹുവിൻ്റെ അദാബിൻ്റെയും ഇടക്ക്, അള്ളാഹു നിന്നെ ശിക്ഷിക്കുന്നതിൽ നിന്ന് തടയാൻ നീ ഒരു പ്രതിരോധം തീർക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിൻ്റെ ശിക്ഷയുടെയും നിൻ്റെയും ഇടക്ക് നീ ഒരു പ്രതിരോധം അഥവാ ഒരു കവചം സൃഷ്ടിക്കണമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകൾ നമുക്കിതൊന്നുകൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇത്തഖുന്നാറ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കച്ചീള് കൊടുത്തിട്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അവിടെ നമ്മെ നരകത്തിൽ നിന്ന് തടയുന്നത് ആ കാരക്കച്ചീള് നമുക്ക് നിസ്സാരമായി തോന്നുന്ന അതായിരിക്കാം എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ സഹോദരങ്ങളെ, തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ നിർദ്ദേശങ്ങളും ആത്മാർത്ഥമായി അനുസരിക്കുകയും അല്ലാഹു നിരോധിച്ച എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. ഇവിടെ ഇങ്ങനൊരു മുഖവുര ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ചോദ്യം, പ്രസക്തമായ ഒരു ചോദ്യം കടന്നു വരുന്നുണ്ട്. ആ ചോദ്യം നമ്മോട് ചോദിക്കുന്നത് പണ്ഡിത ലോകമാണ്. അതിൻ്റെ പിന്നിൽ അവർക്ക് മറ്റൊരു ഉത്തരം നമ്മളോട് പറയാനുണ്ട്. ഫഇന്നകും ഇല്ലം തത്തഖൂഹു വ തഅബുദുഹു. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ അപ്പോഴെന്താ സംഭവിക്കുക? അതാണ് ആ ചോദ്യം. അപ്പോൾ എന്താണ് സംഭവിക്കുക? അതിന് ഉത്തരം അവർ തന്നെയാണ് പറയുന്നത്. അഥവാ ഇത്തബഅതും വഅബത്തുമുശ് ശൈത്താന ഫഔറദകും ദറകാത്തിൻ നീറാൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ
അവനെ ആരാധിക്കുന്നതില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഇത്തബഅ്തും വഅബത്തുമു ശൈത്താൻ, നിങ്ങൾ പിൻപറ്റുന്നത് ശൈത്താനെയാണ്, നിങ്ങൾ ആരാധിക്കുന്നത് ശൈത്താനെയാണ്. ഫഔറദകും ദറകാത്തിൻ നിറാൻ, അങ്ങനെയെങ്കിൽ ആ ശൈത്താൻ നിങ്ങളെ കൊണ്ടെത്തിക്കുക നരകത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അടിത്തട്ടിലാണ് എന്നതാണ് പണ്ഡിതന്മാർ അതിന് നൽകുന്ന വിശദീകരണം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ എതിര് പ്രവർത്തിക്കുമ്പോൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ, അവനെ നമ്മൾ ആരാധിക്കുന്നതിൽ നിന്നും വഴിപ്പെടുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നാം തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ സ്ഥാനത്ത് ശൈത്താനെയാണ്, അതവനുള്ള ആരാധനയാണ് എന്നതാണ് പണ്ഡിതന്മാർ വ്യക്തമായി പറയുന്നത്. വെറുതെ പറയുന്നതല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ. അല്ലാഹ് നമ്മോട് പറയുന്നുണ്ട് സൂറത്ത് യാസീനിലൂടെ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അല്ലയോ ആദമിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തില്ലയോ, അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കരുതെന്ന്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ അല്ലാഹ് അവിടെ പറയുന്നുണ്ട്, വ അനിഅ്ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം, നിങ്ങൾ എന്നെ ആരാധിക്കുക, അതാണ് നേരായ മാർഗം. അപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നുവെങ്കിൽ അവൻ ആരാധിക്കുന്നത് ശൈത്താനെയാണെന്നർത്ഥം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് ജനതയെ ആ ശൈത്താൻ വഴികേടിൻ്റെ മാർഗത്തിലാക്കിയിട്ടുണ്ട് എന്ന കഥകളും സംഭവങ്ങളും ചരിത്രങ്ങളുമെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇനിയോ അതിൻ്റെ പരിണത ഫലം എന്താണ് സഹോദരങ്ങളെ? ഹാദിഹി, എന്താണ് നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹുവിന് പറയാനുള്ളത്? ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ, അതുകൊണ്ട് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ജഹന്നമിതാ നിങ്ങളുടെ മുന്നിൽ. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, ഇന്നേ ദിവസം നിങ്ങളതിൽ കിടന്നുകൊണ്ട് വെന്തെരിയുന്നതാണ്, നിങ്ങൾ അവിശ്വസിച്ചതിന് വേണ്ടി എന്നതാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിന് പകരം, അവനെ സൂക്ഷിക്കുന്നതിന് പകരം, അവനെ ആരാധിക്കുന്നതിന് പകരം അവൻ്റെ ആജ്ഞാനുവൃത്തികളെ നമ്മൾ മാറ്റി നിർത്തുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നാം തിരഞ്ഞെടുക്കുന്നത് ശൈത്താനെയാണ്, അതിലൂടെ നാം ആരാധിക്കുന്നത് ശൈത്താനെയാണെന്നർത്ഥം. ഇനി ഒരാൾ വാദിക്കുന്നുവെങ്കിൽ, ഒരാൾ പറയാണ്, ഞാൻ ശൈത്താനെ ആരാധിച്ചിട്ടില്ലല്ലോ, ഞാൻ അവന് വേണ്ടി സാഷ്ടാംഗം ചെയ്തിട്ടില്ലല്ലോ, അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി എന്താണ് സഹോദരങ്ങളെ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയോ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുകയോ, അല്ലെങ്കിൽ അള്ളാഹു വിധിച്ച പരീക്ഷണങ്ങളോട് അസഹിഷ്ണുതയും പ്രതിഷേധവും കാണിക്കുകയോ ചെയ്യുന്ന ഓരോ വ്യക്തിയും അള്ളാഹുവിൻ്റെ ആരാധന ഉപേക്ഷിച്ച് ശൈത്താനെ ആരാധിച്ചവരാണ് എന്നതാണ് അതിൻ്റെ വിശദീകരണമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ആര് അള്ളാഹുവിനെ ധിക്കരിക്കുന്നുവോ അവൻ യഥാർത്ഥത്തിൽ ശൈത്താനെയാണ് അനുസരിക്കുന്നത്. എന്തെന്നാൽ ശൈത്താനാണ് മനുഷ്യനെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നതും സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ നിന്ന് തടയുന്നതും നരകത്തിലേക്കുള്ള വഴി മനോഹരമാക്കി കാണിക്കുന്നതും. സൂറത്തുൻ നിസായിലെ 118 മുതൽ 121 വരെയുള്ള വചനങ്ങളിലൂടെ ശൈത്താനിൻ്റെ കുതന്ത്രങ്ങൾ, മനുഷ്യരിൽ ശൈത്താൻ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ അവൻ ശൈത്താനോട് കൽപ്പിക്കുന്നതും അത് മനുഷ്യൻ സ്വീകരിക്കുന്നതുമായ ഒരുപാട് വിശാലമായ സംസാരം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ. ശൈത്താന്റെ സംസാരമായിക്കൊണ്ട് അല്ലാഹു പറയാ, ശൈത്താൻ പറഞ്ഞു, നിന്റെ ദാസന്മാരിൽ നിന്ന് എനിക്കൊരു നിശ്ചിത വിഹിതം ഞാൻ സ്വന്തമാക്കും. ശൈത്താൻ പറയാണ്, നിന്റെ അടിമകളിൽ നിന്ന് നിശ്ചിതമായ ഒരു വിഹിതം ഞാൻ സ്വന്തമാക്കും. വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും, അവരെ ഞാൻ വഴിതെറ്റിക്കും, വ്യാമോഹങ്ങളും വ്യാജമോഹങ്ങളും ഞാൻ അവർക്ക് നൽകും. വല ആമുറന്നഹും ഫലയുബച്ചിഖുന്ന ആദനൽ അൻആം, ഞാൻ അവരോട് കൽപ്പിക്കും, അപ്പോൾ അവർ കന്നുകാലികളുടെ ചെവികൾ പിളർക്കും. നമുക്കറിയാം, ഇത് ജാഹിലിയ കാലത്തെ അറബികളുടെ ഒരു അന്ധവിശ്വാസമായിക്കൊണ്ട് മുഫസ്സിറുകൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അറബികൾ ചില ഒട്ടകങ്ങളെയോ മറ്റു കന്നുകാലികളെയോ തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് നേർച്ചയായി സമർപ്പിക്കുമ്പോൾ അവയുടെ ചെവികൾ പിളർത്തി അടയാളപ്പെടുത്തുമായിരുന്നു. പിന്നീട് ആ മൃഗങ്ങളെ ആരും ഉപയോഗിക്കുകയോ വാഹനമായി കയറുകയോ അറുക്കുകയോ ചെയ്യാറില്ലായിരുന്നു. അള്ളാഹു അനുവദിക്കാത്ത ഒരു മതാചാരമായി അവർ അത് സ്വീകരിച്ചു എന്ന് മുഫസ്സിറുകൾ അതിന് വിശദീകരണം നൽകുന്നുണ്ട്. അത്തരമുള്ള നേർച്ചകളും വഴിപാടുകളും നേരുന്ന ആളുകൾ
നമ്മുടെ നാടുകളിലും ഉണ്ടല്ലോ സഹോദരങ്ങളെ. ഇരിക്കട്ടെ, അള്ളാഹു പറയുന്നു വീണ്ടും ശൈത്താനിന്റെ സംസാരമായിക്കൊണ്ട് വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖുല്ലാ. ശൈത്താൻ പറയാണ്, ഞാൻ അവരോട് കൽപ്പിക്കും. അള്ളാഹുവാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ മാറ്റം വരുത്തും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ശൈത്താൻ നമ്മളോട് കൽപ്പിക്കുന്നതിനനുസരിച്ചൊക്കെ നാം അവന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ചില ഉപമകളിലേക്ക് സൂചന നൽകാൻ വേണ്ടി പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാതി വന്നാമിസാതി വൽ മുതനമ്മിസാതി വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നി അൽ മുഗയ്യിറാതി ഖൽഖുല്ലാ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ പച്ച കുത്തുന്നവരെയും പച്ച കുത്തിപ്പിക്കുന്നവരെയും പുരികം പറിക്കുന്നവരെയും പറിപ്പിക്കുന്നവരെയും സൗന്ദര്യത്തിന് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മനുഷ്യൻ നടത്തുന്ന മാറ്റം എങ്ങനെയാണ്? ശൈത്താൻ ചെയ്യുന്നതാണ്, ശൈത്താൻ സംഭവിപ്പിക്കുന്നതാണ്, ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണെന്നർത്ഥം. അഥവാ അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാ അതിന് വിശദീകരണം നൽകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശൈത്താൻ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ മാറ്റം വരുത്താനും അഥവാ അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും കൊണ്ടുവരാനും അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിദത്ത ക്രമം അനാവശ്യമായി മാറ്റാനും പ്രേരിപ്പിക്കുന്നു. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹുവിൻ്റെ ദീനിൽ മനുഷ്യനിർമ്മിത മാറ്റങ്ങൾ വരുത്തുന്നത് അപകടകരമാണ്. അള്ളാഹു നിരോധിച്ച രീതിയിൽ ശരീരത്തിൽ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ മുന്നറിയിപ്പിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേസമയം ചികിത്സ, വൈകല്യം പരിഹരിക്കൽ, ജന്മവൈകല്യങ്ങൾ ശരിയാക്കൽ തുടങ്ങിയ ആവശ്യമായ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇവയ്ക്ക് ഇസ്ലാമിക നിയമത്തിൽ പ്രത്യേകമായ അനുമതിയുണ്ട് എന്നർത്ഥം. ഒരു വിശ്വാസി അള്ളാഹു സൃഷ്ടിച്ച സംവിധാനത്തെയും അവൻ നിയമമാക്കിയ ദീനിനെയും ആദരിക്കുകയും അതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. തുടർന്ന് ശൈത്താനിൻ്റെ സംസാരം സൂറത്തുൻ നിസായിൽ നിന്ന് നമുക്കിങ്ങനെ വായിക്കാം, വമൻ യത്തഖിദി ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസറ ഖുസ്റാനൻ മുബീന. ആരെങ്കിലും അള്ളാഹുവിനെ വിട്ട് ശൈത്താനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവൻ വ്യക്തമായ നഷ്ടത്തിലായിരിക്കും. അള്ളാഹു പറയാണ്, ശൈത്താനെ കുറിച്ച് പറയാണ്, യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. അവൻ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും വ്യാജ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ശൈത്താനിൻ്റെ വാഗ്ദാനങ്ങൾ വഞ്ചന മാത്രമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾക്ക് മുന്നിൽ നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ തോന്നുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, നാം അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ശൈത്താനെയാണ്. അല്ലാഹു പറയുന്നു, ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസ. അത്തരക്കാരുടെ അഭയസ്ഥാനം നരകമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് യാതൊരു മാർഗവും ലഭിക്കുകയില്ല. ചുരുക്കത്തിൽ ഈ ആയത്തുകളിൽ ശൈത്താനിൻ്റെ പ്രധാനമായ കുതന്ത്രങ്ങളായി അള്ളാഹു സൂചിപ്പിച്ചത് ഒന്ന് ഇദ്ലാലാണ്, അഥവാ വഴിതെറ്റുകൾ, സത്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക. അൽ അമാനിയ്, അള്ളാഹു പറഞ്ഞ ആയത്തുകളിൽപ്പെട്ട ചില വാക്കുകളാണ്. വ്യാജമോഹങ്ങൾ നൽകുക. ഇനിയും സമയമുണ്ട് അല്ലേ, തോപ ചെയ്യാൻ തോന്നുന്നില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, പിന്നീട് തോപ ചെയ്യാം, അല്ലെങ്കിൽ അല്ല പുറത്തു തരും എന്നിങ്ങനെയുള്ള തെറ്റായ പ്രതീക്ഷകൾ. അള്ളാഹുവിൻ്റെ മാർഗത്തേക്ക് ഒന്നും ചെയ്യാതെ എന്നോട് അല്ല കരുണ കാണിക്കുമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലെന്നർത്ഥം. അല്ലെങ്കിൽ എനിക്ക് റബ്ബ് പുറത്തു തരുമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടേതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പ്രതീക്ഷ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ആയത്തുകളിൽ പറഞ്ഞാണ് തസ്യീൻ, അഥവാ തിന്മയെ നന്മയായി തോന്നിപ്പിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിപ്പിക്കൽ, ശിർക്ക്, ബിദ്അത്ത്, പാപങ്ങൾ എന്നിവയിലേക്ക് പ്രേരിപ്പിക്കൽ. എന്താണത് കൊണ്ടുള്ള അന്തിമ ഫലം? സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തൗബ ചെയ്യാതെ അയാൾ മരിക്കുകയാണെങ്കിൽ ശാശ്വതമായി നരകലോകത്തേക്ക് അദ്ദേഹം മാറ്റപ്പെടുമെന്നാണ്. ആ വഴിയിലേക്ക്, ആ നരകത്തിൻ്റെ ലോകത്തേക്ക് ശൈത്താൻ അവനെ കൊണ്ടെത്തിക്കുമെന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ അദീം വനഫഅനി വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വൽ ഇദാതി വദ്ദിക്രിൽ ഹകീം ഫസ്തഗ്ഫിറുല്ലാഹ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കമാ ഹദാന ലിസബീലിൽ ജിനാൻ വഹദ്ദറനാ മിൻ ഹബാഇലിശ് ശൈത്വാൻ وسبل النيران وأشهد أن محمدًا عبد الله ورسوله صلى الله عليه وآله وصحبه
وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أوصيكم ونفسي ثانيا بتقوى الله സുബ്ഹാനഹു വതആല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് നാം എവിടെ അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലാണോ അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ നാം പകരം ശൈത്താനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. നമ്മുടെ അനുസരണവും നമ്മുടെ വണക്കവും നമ്മുടെ യാചനയും നമ്മുടെ ആവശ്യങ്ങളുമെല്ലാം അവനിൽ സമർപ്പിച്ചതുപോലെയാണെന്നർത്ഥം. അത് യഥാർത്ഥത്തിൽ നാം ശൈത്താനെ നമ്മുടെ ആരാധ്യനാക്കുന്നതിന് തുല്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് പറയുന്ന ആയത്ത് ഖുർആനിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, യാ അബതി ലാ തഅബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. അല്ലയോ ഉപ്പ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. ശൈത്താൻ റഹ്മാനായ റബ്ബിന് എതിരെ പ്രവർത്തിച്ചവനാണ്, അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചവനാണ് എന്ന് പറയുമ്പോൾ അവിടെ ശൈത്താനിനെ ആരാധ്യനാക്കുന്ന രൂപത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാമുഖ്യം കാണുന്നവരെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ. സ്വന്തം ഇച്ഛകളെ തെരഞ്ഞെടുക്കുന്നവരെക്കുറിച്ച് റബ്ബ് എന്താ പറഞ്ഞത്? അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹ് അഫഅൻത തകൂനു അലൈഹിം വകീല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹ്. തൻ്റെ ആഗ്രഹാഭിലാഷങ്ങളെ തന്നെ തൻ്റെ ആരാധ്യനാക്കിയവനെ നീ കണ്ടില്ലയോ? അഥവാ നമ്മുടെ ഇച്ഛ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകിൽ നമ്മൾ പോകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ആ രൂപത്തിലുള്ള ചിന്തകളെയുമാണ് നാം ഇലാഹാക്കുന്നത്, അള്ളാഹുവിനെ വിട്ട് എന്നർത്ഥം. അഥവാ സ്വന്തം ഇച്ഛകളും വികാരങ്ങളുമാണ് അവൻ്റെ ആരാധ്യൻ എന്നർത്ഥം. അള്ളാഹു കൽപ്പിക്കുന്നതല്ല, തൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളതാണ് അവൻ പിന്തുടരുന്നത് എന്നർത്ഥം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അവൻ്റെ മനസ്സ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അവൻ്റെ മനസ്സ് എന്താഗ്രഹിച്ചാലും അതാണ് അവൻ്റെ മതം എന്നർത്ഥം. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. നമ്മൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇച്ഛകളാണെങ്കിൽ ആ ഇച്ഛകൾ നമ്മുടെ ഇലാഹുകളാണെന്നർത്ഥം. വളരെ ഗൗരവമല്ലേ സഹോദരങ്ങളെ കാര്യം? അതുകൊണ്ടാണ് ഒരു കവി പ്രകാരം പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ വഇൻഹുമാ മഖ്ഖലാകൻ നുസ്ഹ ഫത്തഹിമി. നിന്റെ മനസ്സിനും അഥവാ നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനെന്ന് പറഞ്ഞാൽ നിന്റെ നഫ്സിനും ശൈത്താൻ്റെയും ആഗ്രഹങ്ങൾക്ക് നീ എതിരായി പ്രവർത്തിക്കുക. അഥവാ നമ്മുടെ ഇച്ഛ, നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്നതിനും ശൈത്താനിനും നീ എതിര് പ്രവർത്തിക്കുക. അഥവാ അവരെ അനുസരിക്കരുത്. അവർ നിനക്ക് ആത്മാർത്ഥമായ ഉപദേശം നൽകുന്നത് പോലെ തോന്നിയാലും അവരെ നീ വിശ്വസിക്കരുത്. അല്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഉപദേശങ്ങൾ അല്ലേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ നല്ല ഉപദേശകനാണെന്ന് ശൈത്താൻ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. വീണ്ടും കവി പറയുന്നു, വലാ തുചഅമിൻഹുമാ ഖസ്മൻ വലാ ഹകമ ഫഅൻത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി. അവരിൽ ഒരാളെയും അഥവാ നിന്നോട് വാദിക്കാൻ വരുന്ന ശൈത്താനെയും നിന്റെ ശരീരത്തെയും നീ അനുസരിക്കരുത്. ശത്രുവിൻ്റെ കുതന്ത്രം നിനക്കറിയാമല്ലോ. ശത്രു ഒരിക്കലും നന്മ ആഗ്രഹിക്കില്ല. അതിനാൽ നഫ്സിനെയും ശൈത്താനെയും ജീവിതത്തിൻ്റെ മാർഗദർശികളാക്കരുത് എന്ന് ആ കവി നമ്മളോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിലുള്ള ശൈത്താനിൻ്റെ ഉപദ്രവങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാമെന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ, ചില പോംവഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നാണ് അൽ-ഇഖ്ലാസു ലില്ലാഹ്. നാം ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുക എന്നതാണ്. നാം ചെയ്യുന്ന നമ്മുടെ എല്ലാ ഇബാദത്തുകളും, നമ്മളുടെ എല്ലാ അനക്കങ്ങളും ഒതുക്കങ്ങളും അമാലുകളുമെല്ലാം നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും അള്ളാഹുവിലേൽപ്പിക്കുക, അവനിൽ തവക്കുലാക്കുക എന്നതൊക്കെയാണ് പണ്ഡിതന്മാരെ അതിൻ്റെ ഒരു പോംവഴിയായി പറയുന്നത്. അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ, ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ശൈത്താനിൻ്റെ സംസാരമായി കൊണ്ട് അള്ളാഹ് പറഞ്ഞതാണ്, ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ എല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ശൈത്താൻ അള്ളാഹുവിനോട് പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, നിന്റെ അടിമകളെ മുഴുവനും ഞാൻ വഴികേടിലാക്കും.
ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ആളുകളെ ഒഴിച്ച് എന്ന് ശൈത്താൻ തന്നെ പറയുന്നതായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്താനിൻ്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മറ്റൊരു മാർഗമാണ് അദ്കാറുകൾ. രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമന റസൂൽ തുടങ്ങിയ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമൊക്കെ അതിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വകാന ഫീ ഹിർസിൻ മിന ശൈത്താൻ ഹത്താ യുംസിയ. ഒരാൾ വൈകുന്നേരം ചെല്ലിയാൽ നേരം വെളുക്കുന്നത് വരെയും, നേരം വെളുക്കുമ്പോൾ ചെല്ലിയാൽ വൈകുന്നത് വരെയും അത് ശൈത്താനിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള തടസ്സമായി നമുക്ക് നിലനിൽക്കുമെന്നതാണ്. ഒരുപാട് ഫദലുകളും ശ്രേഷ്ഠതകളും ആ ദിക്റിനുണ്ട്, കൂട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിലുള്ള ദിക്റുകളും ആ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണങ്ങളുമെല്ലാം അതിൽപ്പെടും. നമുക്ക് ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ മാർഗദർശിയാക്കുക എന്നതാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സലഫുസ് സാലിഹുകളെ, സ്വഹാബത്തിനെ, താബിഈകളെ, അവരായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ റോൾ മോഡലുകൾ എന്നർത്ഥം. അവരെ നമ്മൾ പിൻപറ്റുകയും അവർ നമുക്ക് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ദീനിയായ മജ്ലിസുകൾ, ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ശൈത്താനിൻ്റെ വലയിൽ നമ്മൾ കുടുങ്ങിപ്പോകുകയും സഹോദരങ്ങളെ നരകത്തിൽ നമ്മൾ ചെന്ന് ആപതിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതുപോലെ തന്നെ ചെറുപാപങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുക. ചെറുപാപങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ പറയുക, ഒഴിഞ്ഞ സ്ഥലത്ത് മരുഭൂമിയിൽ എത്തിപ്പെട്ട ഒരു വലിയ സമൂഹം, അവർ വിറകെത്തിക്കാൻ വേണ്ടി എല്ലാവരും ഓരോ ചെറിയ ചെറിയ കൊള്ളികൾ കൊണ്ടുവന്ന് എല്ലാവരും കൂടി അത് പിന്നെ തീ കത്തിച്ചപ്പോൾ അത് വലിയൊരു തീയായിപ്പോയി. വലിയൊരു തീ, ഭയങ്കരമായ ഒരു തീയായിപ്പോയി എന്ന് പറയുന്നത് പോലെയാണ് ചെറുപാപങ്ങൾ. നമ്മൾ വിചാരിക്കും ചെറുപാപങ്ങളല്ലേ, ചെറുപാപങ്ങൾ കൂടുമ്പോഴാണ് അത് വലിയ തിന്മയും പാപങ്ങളുമായി മാറുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരി നമ്മളെപ്പോഴും പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും പോംവഴി തിലാവത്തുൽ ഖുർആനാണ്. ശൈത്താനിൽ നിന്നുള്ള നമ്മുടെ രക്ഷയുടെ മറ്റൊരു മാർഗം തിലാവത്തുൽ ഖുർആനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും മകാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്, ശവകുടീരങ്ങളാക്കരുത്. തീർച്ചയായും ശൈത്താൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഒളിച്ചോടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എല്ലാത്തിലും ഉപരി നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞല്ലോ ശൈത്താനെക്കുറിച്ച് എത്രയാണ്, 70 സ്ഥലങ്ങളിൽ ശൈത്താനെന്നും 18 സ്ഥലങ്ങളിൽ ഷയാത്തീനെന്നും അങ്ങനെ 88 സ്ഥലങ്ങളിൽ ശൈത്താനെക്കുറിച്ചുള്ള പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ട്. കൂടാതെ ശൈത്താനിൻ്റെ വസ്വാസുകളും മറ്റുമായി മറ്റനേകം ആയത്തുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് ഞാൻ ഓതി വെച്ചത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖുൻ, തീർച്ചയായും അല്ലാഹുവിൻ്റെ കരാറ് സത്യമാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. അവനെ നിങ്ങൾ ആരാധിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറിച്ച് പറഞ്ഞതുപോലെ അവനെ ആരാധിച്ചാൽ, അവനിൽ പങ്കു ചേർത്തില്ലെങ്കിൽ അവൻ നമ്മളോട് ചെയ്തിരിക്കുന്ന കരാറ്, ആ കരാറ് നമ്മെ സ്വർഗത്തിലെത്തിക്കാമെന്നതാണെങ്കിൽ ഇന്ന വഅദല്ലാഹി ഹഖുൻ, അല്ലാഹുവിൻ്റെ കരാറ് സത്യമാണ്. ഫലാ തഖുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം, ഈ ദുനിയായ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഖുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ ശൈത്താനും നിങ്ങളുടെ റബ്ബിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവാ, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അല്ലാഹുവാണ് പറയുന്നത് ഫത്തഖിദൂഹു അദുവാ. അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണ്ടുകൊള്ളുക, ശത്രുവായി തന്നെ നിങ്ങൾ സ്വീകരിക്കുക. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഗീർ, തീർച്ചയായും അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? നിങ്ങളെ സഗീർ എന്ന് പറയുന്ന നരകത്തിൻ്റെ അഹ്ലുകാരാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണെന്ന് കാരുണ്യവാനായ റബ്ബ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ പുറത്ത് മറ്റൊരു ആലോചനയ്ക്ക് നമുക്കെന്ത് അവകാശമാണുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും മുവഹിദുകൾക്കും
മുസ്ലിങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധ്യതകളുമായി ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അനുയോജ്യമായ പ്രശ്നപരിഹാരങ്ങൾ നൽകി അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅ الدين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.